കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഉത്തരവാദിത്തമില്ല. ഇത്രയും വലിയൊരു ഏജൻസിയെ ഇങ്ങനെ 3 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പാർട്ടി നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധത്തിനല്ലേ ഇത് സംഭവിച്ചത്? അത്തരം ചില കാര്യങ്ങൾ ഞങ്ങളിപ്പോ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പറ്റിപ്പോയതെന്നതിനെ സംബന്ധിച്ച് വനിതകളടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. പൂർണ്ണമായും തകർത്തു. അല്ല, അത് ചില സംഭവങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ വികാരപരമായി ചില വിഷയങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെ സംബന്ധിച്ച് നിയമം കയ്യിലെടുത്ത പ്രവർത്തകരല്ലേ പോലീസ് ആവശ്യപ്പെടുന്നത്? പാർട്ടി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും പറ്റില്ല. ഒരാളെയും അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിയമം കയ്യിലെടുത്തവരെയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നിൽക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ രാവിലെ ഇത്ര ആവശ്യമാണ്? ചോദ്യമല്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുമ്മാ നിങ്ങൾ കണ്ടോണ്ട് നിൽക്കല്ലേ? ഞങ്ങളെ നേതാക്കന്മാർ ബിജോയ് MLA ആണ് പ്രതികരിച്ചത്. എന്തായാലും അവിടെ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട CPM പ്രവർത്തകർ ഇപ്പോൾ അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്താണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും അദ്ദേഹത്തിന് പ്രതികരണം. ഓഫീസിൽ കയറി പ്രവർത്തകർ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് ബിജോയ് പറയുന്നത്. നിലവിൽ അവിടെ സംഘർഷത്തിലേർപ്പെട്ട ഈ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അടിച്ചു തകർത്ത തല്ലി തകർത്ത ഈ CPM പ്രവർത്തകരൊക്കെ ഇപ്പോൾ ആ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്താണെന്ന് മനസ്സിലാക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പുറത്ത് പോലീസ് എത്തിയത്. എന്നാൽ അങ്ങനെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ CPM നേതാക്കൾ ബിജോയ് അടക്കമുള്ള നേതാക്കൾ എടുക്കുന്നത്. അവിടെ വൈകാരികമായി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ പാർട്ടി പരിശോധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അങ്ങനെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുക്കുകയാണ്.